അപ്പൊ പിന്നെ ഫാദറിന്റെ ഈ പാട്ട് പഠിത്തവും അതിന്റെ കൂടെ ഈ വൈദികനായിട്ടുള്ള ജോലി ഇതെല്ലാം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഫാദർ എങ്ങനെയാണ് ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഞാൻ വൈദികൻ്റെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നു. ബാക്കിയുള്ള സമയം മുഴുവനായിട്ടും ഈ സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ സമയവും ഇപ്പോൾ ഈ കൊറോണ കാലമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പരിപാടികൾ വളരെ കുറവാണല്ലോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനും സംഗീത സാധന ചെയ്യാൻ പറ്റിയ പരിപാടി. എൻ്റെ പ്രൊഫസർ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസർ എപ്പോഴും പറയും മ്യൂസിക് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും. അപ്പോൾ അത് ശാസ്ത്രീയ സംഗീതം പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ചിട്ട നൽകും. മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഒരു ചിട്ട അത് അഭ്യസിക്കുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടുന്നതാണ്. അപ്പൊ ഇത്ര വർഷത്തെ ജേർണിയിൽ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗം, ആ രാഗത്തിലുള്ള ഒരു കീർത്തനം, അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടുവോ? പാടണമല്ലോ. അതെ, ഫാദറിനെ പോലെ ഒരു ഗായകനെ കിട്ടിയിട്ട് നമ്മള് വിശേഷങ്ങളെക്കാൾ കൂടുതൽ പാട്ട് കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പാടാം. യേശുനാമം ദിവ്യനാമം, 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 ദിവ്യനാമം. താങ്ക് യു ഫാദർ. അസലായിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ കാതിന് കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പാട്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നത്. ഫാദർ അമ്പലങ്ങളിലൊക്കെ കച്ചേരി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെ അമ്പലങ്ങളിലാണ് പോയിട്ടുള്ളത്? അമ്പലങ്ങള് ആദ്യമായിട്ട് ഞാനൊരു കച്ചേരി നടത്തിയത് പാല ടൗണില് ലാലം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രം നവരാത്രി മഹോത്സവത്തിനനുബന്ധിച്ച് സമാപന ദിവസം ഒരു കച്ചേരി നടത്തി. എൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ വിയ്യൂരാണ്. വിയ്യൂര് ഒരു പക്ഷെ സെൻട്രൽ ജയിലാണ്. അവിടെ തൃശ്ശൂർ അവിടെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ട്. അവിടെ നാട്ടുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കച്ചേരി ചെയ്തു. പിന്നെ അർജുനൻ മാഷ് ഒരിക്കൽ പള്ളുരുത്തിയില് നമ്മുടെ വലിയ സംഗീത ഗുരു, അദ്ദേഹം ക്ഷണിച്ചിട്ട് പള്ളുരുത്തി ഭവാനീശ്വര അമ്പലത്തില് അവിടെ ഉത്സവത്തിന്റെ സമയത്ത് ഒരു കച്ചേരി നടത്തി. പിന്നെ വിദേശത്ത് ഇപ്പൊ ബർമിംഗ്ഹാമിലൊരു അമ്പലമാണ്, ബാലാജി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അവിടെ അങ്ങനെ UK ടൂർ പോയപ്പോ നടത്തി. അങ്ങനെ ഇതൊക്കെ എന്റെ ലിസ്റ്റിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നു. കുറച്ചുണ്ട്. ഞാൻ നമ്മുടെ ചക്കുളത്തുകാവ് അമ്പല ഫെസ്റ്റിവലിന് വേണ്ടി ഇപ്രാവശ്യം ഒരു കച്ചേരി നടത്തുന്നുണ്ട്. അപ്പൊ അവിടുത്തെ എന്നെ സംഘടിപ്പിച്ച സുഹൃത്ത് മനോജ് എന്ന് അദ്ദേഹത്തിന്റെ പേര്, ആറന്മുള മനോജ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദറ് ഇവിടുത്തെ പൂജാരിമാരൊക്കെ പറഞ്ഞു ഫാദറിന് ഇഷ്ടമുള്ള കീർത്തനം പാടും, ഇവൻ യേശു കീർത്തനം വരെ പാടാന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ അമ്പലത്തിലെ പൂജാരിമാർ എത്രയോ വലിയ മനസ്സാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തില് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം അതാണ്. നമ്മള് മതത്തിനൊക്കെ അതീതമായിട്ട് മനുഷ്യ സ്നേഹം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അത്തരത്തിലൊരു ദർശനത്തിലാണ് ഞാൻ പോകുന്നത്. ഒരു മതസൗഹാർദ്ദ ഒരു അന്തരീക്ഷം, അത് സംഗീതത്തിലൂടെ. അപ്പൊ സംഗീതം എന്ന് പറയുന്നത് ഒരു വലിയ സ്പിരിച്വൽ ബ്രിഡ്ജ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അംബർല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എല്ലാ മതങ്ങളെയും ഒരുമിപ്പിക്കാൻ ശക്തിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലമാണ്. ശരിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഗീതത്തിലൂടെ ഒരു മനുഷ്യ സ്നേഹം, സമൂഹ സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ മതങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയൊരു
ഒരു ഉള്ളിലുള്ള ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. അതെ. അതിന്റെ പേരിലാണ് അത് ചെയ്യുന്നത്. അതെ.